മോഹൻലാൽ നായകനെ എത്തുന്ന ജിത്തു ജോസഫ് സിനിമ 14-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ 13 ദിവസങ്ങളിലും 2 കോടിയിലേക്ക് അല്ലെങ്കിൽ 2 കോടിക്ക് മുകളിലായിരുന്നു കേരള കളക്ഷൻ എന്നുള്ളതാണ്. തുടർച്ചയായുള്ള എല്ലാ ദിവസങ്ങളിലും സിനിമയ്ക്ക് 2 കോടിക്ക് മുകളിൽ തന്നെ കളക്ഷൻ വരുന്നു. ഇതിനോടകം തന്നെ സിനിമ 70 കോടി ക്ലബ്ബിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് 40 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു. ഇന്ന് 14-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ സിനിമയുടെ കണക്ക് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏകദേശം 62% ഇടിവാണ് ഇന്ന് സിനിമയ്ക്ക് ഉള്ളത്. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, മിഡ് വർക്കിംഗ് ഡേ എന്ന് പറയാം. നമുക്കറിയാം ഒരുപാട് ഹോളിഡേയ്സ് ആയിരുന്നു നമുക്കുണ്ടായിരുന്ന. ആ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട് വരുന്ന വർക്കിംഗ് ഡേ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഇടിവ് അത് ഈ സിനിമയ്ക്കും നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇന്ന് ഇതുവരെ 507ഓളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒക്യുപ്പൻസി അനുസരിച്ചിട്ട് 11% ഒക്യുപ്പൻസി മോർണിംഗിൽ വരുമ്പോൾ 23 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇന്നലത്തേനേക്കായാലും ഏകദേശം 62% ഇടിവ് പറയുന്നെങ്കിലും ഈവനിങ് ഷോസും നൈറ്റ് ഷോസും വരുമ്പോഴത്തേക്ക് കാര്യങ്ങൾ മാറും. 1,18 ലക്ഷം രൂപയാണ് ഇതുവരെ അവർ തന്നെ പറയുന്ന അല്ലെങ്കിൽ ട്രാക്കേഴ്സ് പറയുന്ന കളക്ഷൻ പ്രതീക്ഷ എന്ന് തന്നെ പറയുന്നു. അതായത് ഏകദേശം 1.5 കോടിയോളം ഇന്ന് നേടും എന്നുള്ളതാണ്. അതായത് ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കുറഞ്ഞ കളക്ഷൻ വരുന്ന ദിവസങ്ങളിലൊന്ന് ഇന്നലെയായിരുന്നു. 1,57 ലക്ഷം രൂപയായിരുന്നു ട്രാക്ഡ് കളക്ഷൻസ് വന്നത്. അതായത് ഏകദേശം 1.92 കോടി എന്നുള്ളതാണ്. ഇനിയും നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടാനുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അതേപോലെ തന്നെ ചെറിയ ഒരു ഇടിവുണ്ട്. എന്തായാലും വർക്കിംഗ് ഡേയ്സ് ആണ്. ഇനി വരുന്ന വെള്ളി, ശനി, ഞായറിൽ നമുക്ക് കാണാൻ കഴിയും. സിനിമ ഗംഭീരമായിട്ടുള്ള ഒരു വിജയം തന്നെയാണ് ഇവിടെ നേടിയിരിക്കുന്നത്. 100 കോടി ഷുവർ അടിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. വീണ്ടും ജിത്തു ജോസഫും മോഹൻലാലും ഒരുമിക്കുമ്പോൾ നമുക്ക് 100 കോടിയിൽ കുറഞ്ഞ ഒന്നും തന്നെ ചിന്തിക്കാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ആരൊക്കെയാണ് സിനിമ കണ്ടിട്ടില്ലാത്തത് തീർച്ചയായും സിനിമ കാണാം. അതേപോലെ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഒപ്പം നിങ്ങൾ കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങളെന്ന് പറയാം. ലാൽസലാം.